ജപ്തി വിരുദ്ധ ബിൽ കേരള നിയമസഭ പാസാക്കി. ഇനി മുതൽ ജപ്തിയില്ല. ഭൂമിയും വീടും ജപ്തി ചെയ്ത് ജനങ്ങളെ തെരുവിൽ തള്ളുന്ന നയം സർക്കാരിനില്ലെന്നും സർക്കാർ ജനങ്ങളെ ചേർത്ത് പിടിക്കുമെന്നും തീരുമാനിച്ചു. എന്നാൽ സർക്കാർ എന്തുവേണമെങ്കിലും തീരുമാനിച്ചോളൂ, ചെയ്തോളൂ. ഞങ്ങൾ ഇതുവരെ ചെയ്ത പണികളൊന്നും നിർത്തിവെക്കാൻ ഉദ്ദേശിച്ചിട്ടില്ലെന്ന് തെളിയിക്കുന്ന പ്രവൃത്തികളാണ് ഇപ്പോഴും ചില ബാങ്ക് മാനേജർമാർ ചെയ്തുവരുന്നത്. ഞങ്ങൾ ഇതുവരെ ചെയ്ത തെരുവിളിയും കോളനി വാഴ്ചയും ഇനിയും ചെയ്യുമെന്നുറപ്പിച്ചാണ് ചില ബാങ്ക് മാനേജർമാർ നേരം വെളുക്കുമ്പോൾ വീട്ടിൽ നിന്നും ഇറങ്ങുന്നത്. ചെറിയൊരു തുക മാത്രം തിരിച്ചടവുള്ള ലോണിന്റെ അടവ് മുടങ്ങിയെന്ന കാരണത്താൽ നേരം വെളുക്കുമ്പോൾ ഓട്ടോറിക്ഷയും വിളിച്ച് വീടിന്റെ മുന്നിൽ വന്നുനിന്ന് നാട്ടുകാരെ കേൾക്കെ അനാവശ്യങ്ങൾ വിളിച്ചു പറയുന്ന ബാങ്ക് മാനേജർ. നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഈ നാണംകെട്ട ഏർപ്പാട് അവസാനിപ്പിക്കണം. അല്ലാത്തപക്ഷം നിങ്ങൾ വീടിന്റെ മുന്നിൽ നടത്തിയ ചവിട്ടുനാടകത്തിന്റെ വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അളഗപ്പനഗർ പഞ്ചായത്ത് അതിർത്തിയിൽ പ്രവർത്തിക്കുന്ന ഒരു ബാങ്കിലെ മാനേജരാണ് ഈ പ്രവൃത്തി ചെയ്തുവരുന്നത്. നിങ്ങൾക്ക് മാത്രമാണ് അന്തസ്സുള്ളതെന്ന ആ വൃത്തികെട്ട നിലപാട് നിങ്ങൾ മാറ്റിവെക്കുക. 45 ലക്ഷം രൂപ വിലയുള്ള പുരയിടം 3.5 ലക്ഷം രൂപയ്ക്ക് ആരും കളയാൻ തയ്യാറാകില്ലെന്ന മിനിമം ചിന്തയെങ്കിലും നിങ്ങൾക്കുണ്ടാകുന്നത് നന്നായിരിക്കും. ഒരിക്കലും കിട്ടില്ലെന്ന് ഉറപ്പുള്ള കുടിശ്ശിക പിരിക്കാനാണ് നിങ്ങൾ ആദ്യം ശ്രമിക്കേണ്ടത്. അതല്ലാതെ തിരിച്ചടവ് അവസാനിക്കാറായ കാലയളവിൽ മുടക്കുവന്നതിന്റെ പേരിൽ അന്തസ്സുള്ള കുടുംബങ്ങളെ താറടിച്ചു കാണിക്കാൻ ശ്രമിക്കരുത്. നിങ്ങളോട് ചോദിക്കാൻ ആരും വരില്ലെന്നറിയാം, പക്ഷേ ഇതെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഒരു ശക്തി നിങ്ങൾക്ക് മീതെയുണ്ടെന്ന് ഓർക്കുക.